നിങ്ങളെ ഇൻഷാ അല്ലാഹ് മഹാന്മാരായ ബദരീങ്ങളെ കുറിച്ച് ഒരൽപ്പം നമുക്ക് നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ, അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത സേവനം വിശദമായ ഖുർആനിൽ തന്നെ വ്യക്തമായ രൂപത്തിൽ ബദരീങ്ങളെ കുറിച്ചും ബദർ യുദ്ധത്തിനെ കുറിച്ചും പരിശുദ്ധമായ സൂറത്തുൽ അംഫാലിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ചെറിയ രൂപത്തിൽ, വലിയ രൂപത്തിലുണ്ട്, ചെറിയ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് 2-3 ദിവസങ്ങളിലായി ഇൻഷാ അല്ലാഹ് ചൊവ്വാഴ്ചയാണ് നമുക്ക് ബദറും ബദരീങ്ങളുടെ ആണ്ട് കൊണ്ടാടുന്ന ദിവസം. മൗലിദുണ്ടാവും ചൊവ്വാഴ്ച അസ്ർ കഴിഞ്ഞിട്ട് എല്ലാവരും അതിൽ പങ്കെടുക്കാം. ഏതാവട്ടെ മഹാന്മാരായ ബദരീങ്ങൾ, അത് ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഅ്മിനീങ്ങൾക്ക് വലിയ ആവശ്യമാണ്. മഹാനായ സയ്യിദുനാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ തങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഓ നബിയെ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അഫ്ളലുൽ മുസ്ലിമീൻ, അഫ്ളലുൽ മുസ്ലിമീൻ, അഫ്ളലുൽ സ്വഹാബ എന്നല്ല. അന്ന് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് ജിബ്രീൽ വന്ന് ആ സംഭവം ചോദിക്കുമ്പോൾ ലക്ഷത്തിന് പകരം സ്വഹാബത്തുണ്ടായിരുന്നു. അപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ മറുപടി, ഇക്കാലത്തുള്ള സ്വഹാബത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായവരാണ് ബദരീങ്ങൾ എന്നല്ല. റസൂലുള്ളാഹിയുടെ മറുപടി, അഫ്ളലുൽ മുസ്ലിമീൻ, ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫളലുള്ളവരാണ് മഹാന്മാരായ ബദരീങ്ങൾ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എന്നാൽ നബിയെ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയൂ, ബദരീങ്ങളിൽപ്പെട്ട മലക്കുകളുണ്ട്. സൂറത്തുൽ അംഫാൽ വന്നിട്ട് ആദ്യം 3000 മലക്കുകൾ അല്ലാഹു ബദർ യുദ്ധത്തിലേക്ക് ഇറക്കി. അത് തികയാനാകുമ്പോ പിന്നെയും ഒരു 2000 മലക്കുകൾ ഇറക്കി. മൊത്തം 5000 ബദരീങ്ങളാകുന്ന മലക്കുകൾ, മനുഷ്യൻ മാത്രമല്ല, 5000 ബദരീങ്ങളാകുന്ന മലക്കുകൾ. അപ്പൊ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എന്നാ നിങ്ങൾക്ക് അറിയോ നബിയെ, നമ്മൾ ഈ മലക്കുകളുടെ കൂട്ടത്തിൽ, മലക്ക് എന്ന് പറഞ്ഞാൽ എത്ര മലക്കുകളുണ്ട്? മലക്കുകളുടെ എണ്ണം എത്രയാണ്? നമ്മൾ മദ്രസയിൽ പഠിച്ചത് എത്രയാണ്? അല്ലാതെ അവരുടെ കണക്കറിയില്ല. മദ്രസയിൽ തന്നെ പഠിക്കാൻ തുടങ്ങിയതാണ്. മലക്കുകളുടെ എണ്ണം അല്ലാഹുക്കല്ലാതെ അറിയില്ല. അത്ര മലക്കുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ ഒരു അതിർത്തി ജിബ്രീൽ അലൈഹിസ്സലാം പോലും അവിടെ കേട്ടാണ്. അവിടുത്തെ പേരാണ് സിദ്റത്തുൽ മുൻതഹ. സിദ്റത്തുൽ മുൻതഹ. അതിനപ്പുറം ജിബ്രീൽ അലൈഹിസ്സലാമിന് പ്രവേശനമില്ല. അതിനപ്പുറം പോയ വരെ ഒരാളുണ്ടെങ്കിൽ അത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലെ, ജിബ്രീലുൻ വഖഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം മിഅ്റാജിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അവിടെ എത്തുമ്പോ സ്റ്റോപ്പായി. പറഞ്ഞ നബിയെ, ഇത് അപ്പുറം നമുക്ക് പോകാനില്ല, ഇതിനപ്പുറം മലക്കുകൾക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ലാത്ത സ്ഥലമാണ് നബിയെ. അങ്ങനെ ഹബീബായ തങ്ങൾ ഒറ്റക്കുള്ള അല്ലാഹുവിന്റെ സഹായം കൊണ്ടുള്ള യാത്ര. അപ്പൊ അതിന്റെ അതിർത്തിയാണ് സിദ്റത്തുൽ മുൻതഹ. അത് ഭയങ്കരമായ ഒരു മരമാണ്. സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ ഒരു മരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിനോട് പറഞ്ഞു, നബിയെ, സ്വഹാബത്തിനോട് പറഞ്ഞു, അതിന്റെ ഇലകൾ, ആ മരത്തിന്റെ ഇല ഉണ്ടല്ലോ, അത് ആനയുടെ ചെവി പോലെയുള്ള ഇലകളാണ്. ആനയുടെ ചെവി കണ്ടത് അല്ലെ, ചെറുത വലുതല്ല, നമുക്ക് പഠിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അത് പറഞ്ഞാൽ അങ്ങനെ അത്ര ചെറുതല്ല. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ അതിന്റെ ഒരു ഇലയിൽ തന്നെ 1,00,000 വരെ മലക്കുകൾ ഇരിക്കുന്ന ആ ഒരു ഇലയിൽ അങ്ങനത്തെ വിശാലമായ മരം. ആ മരം 2 പ്രാവശ്യം മാത്രമാണ് ചവയ്ക്കപ്പെടുന്നതാണ്. ഒരു പ്രാവശ്യം ചവയ്ക്കപ്പെട്ടത് റസൂലുള്ളാഹി തങ്ങൾ മിഅ്റാജിലേക്ക് പോയപ്പോഴാണ്. 7 പ്രാവശ്യം അത് ചവയ്ക്കാനുണ്ട്. എപ്പോഴാണ്? അത് മുഅ്മിനീങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന ആ സുന്ദരമായ സമയത്താണ്. അല്ലാഹു ആ മരം കാണാനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാണ്. അപ്പൊ പറഞ്ഞു വന്നത് അത്രയും മലക്കുകളുണ്ട്. മലക്കുകൾ ഇപ്പൊ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് ലൈലത്തുൽ ഖദ്ർ. ആ ലൈലത്തുൽ ഖദ്റിൽ മലക്കുകൾ വരുന്നുണ്ട്. അന്നത്തെ രാത്രി മാത്രം വന്നു പോകുന്ന മലക്കുകൾ. തനസ്സലുൽ മലായിക വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകതയായി പറയുന്നത് കോടിക്കണക്കിലുള്ള മലക്കുകൾ ഇറങ്ങി വരുന്ന ഒരു ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ ദിവസം. അല്ലാഹു ആ ദിവസത്തിന്റെ ഭാഗ്യം പിടിച്ചു പറ്റാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാഷാ അല്ലാഹ്. ഇവിടെ നാട്ടിന്റെ നല്ലവരായ ഒരുപാട് ചെറുപ്പക്കാർ അൽഹംദുലില്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇന്നലെ വീഡിയോ കണ്ടു, നിങ്ങളെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ജമാഅത്ത് ഗ്രൂപ്പിലല്ലേ, നമ്മുടെ നാട്ടിലുള്ള പാവങ്ങൾക്ക് സുബ്ഹാനല്ലാഹ് ചെറുപ്പക്കാർ അവരെ കൊണ്ട് പറ്റുന്ന രൂപത്തിലുള്ള ആ സാധനങ്ങൾ, അരിയും പിന്നെ ഉള്ളിയും അതുപോലെയുള്ള കിറ്റുകൾ
അല്ലെ? കൊറോണന്റെ ആ സമയം ഓർക്കുന്ന രൂപത്തിൽ പാവങ്ങളൊക്കെ അന്ന് കഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ കൊടുത്തിരുന്നു. ഇന്ന് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, പക്ഷെ തിരിഞ്ഞു നോക്കുന്ന ആളുകളില്ല. അതിന്റെ ഇടയിൽ നമ്മുടെ നാട്ടിലുള്ള പാവങ്ങളെ തെരഞ്ഞു പിടിച്ചു കൊടുത്ത ചെറുപ്പക്കാർ അല്ലാഹു നീ വലിയ വാക്കത്ത് നൽകണം. നമ്മുടെ നാടിന്റെ വലിയ ഇസ്സത്ത് തന്നെ അതാണ്. ഏത് പരിപാടിയാണെങ്കിലും അതിലൊക്കെയും ചെറുപ്പക്കാർ മാഷാ അല്ലാഹ് വലിയ ആത്താണ്. അതാണ് ബദരീങ്ങളുടെ പാഠം. നമുക്ക് അതിനുള്ള ആ ഒരു ഉന്മേഷവും ഊർജ്ജവും കിട്ടുന്നത് ബദരീങ്ങളെ കൊണ്ടാണ്. അവർ അത്രയ്ക്ക് ചെയ്തിട്ടുണ്ടല്ല, നമുക്ക് ഈ ചെറുതെങ്കിലും ചെയ്യണ്ടേ എന്ന ഒരു നെയ്യത്താണ്. അള്ളാഹു ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെയും വളരെ കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിലുള്ള എല്ലാ യുവാക്കളെയും പരിശുദ്ധ ദീനിന്റെ ആലിമീങ്ങളായി, ദീനിനെ സ്നേഹിക്കുന്ന, പള്ളിയെ സ്നേഹിക്കുന്ന, അതുപോലെ പാവങ്ങളെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരായി നീ വളർത്തിയെടുക്കണേ റഹ്മാനെ. അതിന് വേണ്ട നല്ല രൂപത്തിലുള്ള സമ്പാദ്യങ്ങൾ, ഹലാലായ സമ്പത്ത്, ഹലാലായ ബിസിനസ്, ഹലാലായ ജോലികൾ എല്ലാം നമ്മുടെ ചെറുപ്പക്കാർ, പ്രവാസികളും നാട്ടുകാരുമായ ചെറുപ്പക്കാർക്ക് നീ ഒക്കെ അതിന്റെ വഴി ഒരുക്കി കൊടുക്കണേ റഹ്മാൻ. പറഞ്ഞു വന്നത് വലിയ സന്തോഷമാണ്. അപ്പോ അന്നത്തെ ലൈലത്തുൽ ഖദ്റിന്റെ ദിവസം മാത്രം ഇറങ്ങുന്ന കോടിക്കണക്കിലുള്ള മരങ്ങൾ, അവർ അന്ന് മാത്രമേ ഇറങ്ങുന്നുള്ളൂ. പിന്നെ രണ്ടാമത് വരാനില്ല. ആ മരങ്ങളുടെ കൂടി എത്രയാണ്? ലൈലത്തുൽ ഖദ്റിന്റെ ആ ദിവസം മാത്രം. ഈ കൊല്ലം വരുന്നവർ അടുത്ത കൊല്ലം വരാനില്ല. വലിയ മരക്കുകളാണ്. എത്ര കൊല്ലായില്ല, എത്ര കാലായില്ല, മരക്കുകൾ എത്രയുണ്ട്. അല്ലാതെ അവരുടെ കണക്കറിയില്ല. അപ്പൊ അത്രയും മലക്കുകളുള്ള ആ മലക്കുകളുടെ കൂട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം നബിമാരെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് അറിയോ മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ അന്ന് ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത 5000 മലക്കുകളാണ് നബിയെ സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ 5000 അതിൽ ജിബ്രീലുണ്ട്, അതിൽ മീകായിലുണ്ട്, പ്രധാനപ്പെട്ട എല്ലാ മലക്കുകളും ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ബദരീങ്ങളിലാരുണ്ട്? അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ തങ്ങളുണ്ട്, ഉസ്മാനുണ്ട്, അലിയാറുണ്ട്. ഉസ്മാൻ തങ്ങൾ പറഞ്ഞാൽ യുദ്ധത്തിൽ പോകാതെ തന്നെ ഭാഗ്യം കിട്ടിയവാനാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അന്ന് യുദ്ധത്തിലേക്ക്, ബദർ യുദ്ധത്തിലേക്ക് പോകുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ, അതായത് റസൂലുള്ളാഹി തങ്ങളുടെ മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ സുഖയില്ലാതെ കിടക്കാണ്. അപ്പൊ ഭാര്യയുടെ പരിചരണത്തിനായി കൂടുമ്പോഴാണ് സ്വഹാബത്ത് മുഴുവനും യുദ്ധത്തിന് പോയി. ഉസ്മാൻ തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കാൻ ഇല്ലാഞ്ഞിട്ടല്ല പോവാൻ, പക്ഷേ ഭാര്യ സുഖയില്ല. പക്ഷെ എന്നാൽ അല്ലാഹു തആല ആ ബദരീങ്ങളുടെ കൂട്ടത്തിൽ ഉസ്മാനെ കളിപ്പെടുത്തി. നീയത്താണ് എല്ലാം അവനെയാണ്. നമുക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ വരാണ്ട് നല്ല ആരോഗ്യമുള്ള സ്ഥലം നമ്മുടെ ആ യുവത്വം ഉണ്ടാവും. യുവത്വം എന്ന് പറഞ്ഞാൽ 15 മുതൽ 40 വരെ, അല്ലെങ്കിൽ 50 വരെയുള്ള എന്റെ അഭിപ്രായം ഇതിനിടയിലുള്ള ഈ ഗ്യാപ്പാണ്. അതാണ് യുവത്വം എന്ന് പറഞ്ഞാൽ നല്ല ഉഷാറുള്ള സമയം. അപ്പൊ ഈ യുവത്വ സമയത്ത് നല്ല ആരോഗ്യത്തോടെ പള്ളിയിൽ വന്നവരായിരിക്കും, നിസ്കരിച്ചവരായിരിക്കും, അമൽ ചെയ്തവരായിരിക്കും. പക്ഷെ ആ യുവത്വം കഴിയലോടുകൂടി രോഗം വന്നു, മുട്ടുവേദന, നടുവേദന. അപ്പൊ അങ്ങനത്തെ പ്രശ്നം വന്നാൽ ആന്മാർ പറഞ്ഞെന്തറിയോ, ഈ യുവത്വകാലത്ത് നല്ലോണം യുവത്വം എടുത്തവരാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നിനക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ചെയ്തതിന്റെ കൂടി അന്ന് തരുന്ന അള്ളാഹു തരുവാനാണ്. നമ്മുടെ നീയത്താണ്. ഏതുപോലെ ഉസ്മാനങ്ങൾ പോവാതെ ബദരീങ്ങളിൽ വിട്ട് വരാറുണ്ട്. ഈ കാലത്തിൽ ഒന്നും ചെയ്യൂല. പിന്നെ ആ യുവത്വം കഴിഞ്ഞ് കുറച്ച് മുട്ടുവേദന പറയുമ്പോ ഒന്നും കുറഞ്ഞിനൊക്കെ പള്ളിക്കാരെ പോകാന്നല്ല പറയുന്ന ആളുകൾ. അത് പൊട്ടി സാർ. ആരോഗ്യമുള്ള സമയത്ത് പോയില്ല, ആഫിയത്തുള്ള സമയത്ത് പോയില്ല, നിസ്കരിച്ചില്ല, നോമ്പ് നോക്കിയില്ല. പിന്നെ വയസ്സായിട്ടാ, അതായത് മരണത്തോടടുത്ത് അവരിങ്ങനെ അടുത്ത് കാണുമ്പോൾ കറച്ചില നടുവ് കുറഞ്ഞിനെങ്കിൽ പള്ളിക്കാരെ പോവാനെ എന്താ പറയാ, ഒന്നും കിട്ടൂല, ചുപ്പ് കിട്ടൂല. എന്താ അങ്ങനെ ചെയ്താൽ ലഭിക്കുമായിരുന്നു, ചെയ്യാത്തതുകൊണ്ട് കിട്ടൂല. ഇതാണ് മഹാന്മാരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ചരിത്രം പറഞ്ഞിട്ട് മഹാന്മാർ പറയുന്നത് അതാണ്. അപ്പൊ ഏതാവട്ടെ, ബദരീങ്ങൾ എന്ന് പറഞ്ഞാല് ലോകത്തിന് ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിം സമുദായത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പദവിയുള്ളവരാണ് മഹാന്മാർ. അവരെ സ്നേഹിക്കലും ആദരിക്കലും അവരുടെ മഹത്വങ്ങൾ പറയലൊക്കെ ഇവിടെ ബാധ്യതയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ചെറിയ രൂപത്തിൽ ഒരു ബദരി യുദ്ധമല്ല, എന്താണ് എങ്ങനെയൊക്കെ പഠിച്ചത് ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നാം ഓരോരുത്തരും മഹാന്മാരായ ബദരീങ്ങളുടെ നേതാവാണ് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരൊക്കെ ഞങ്ങൾ സ്നേഹിക്കുന്ന പടച്ചവനെ, ആ സ്നേഹിച്ചതിന്റെ ഫലമായി അവരൊരുമിച്ച് കൂടുന്ന സ്വർഗത്തിന്റെ ഒരു മൂലയെങ്കിലും ഒരുമിച്ച് കൂടാൻ നമുക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. എപ്പോഴും ഞങ്ങൾ നിന്നോട് ചോദിക്കാൻ പടച്ചവനെ സ്വർഗം ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് കാവലിനെ തേടും. ആ നരകം ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാഹ്. സ്വർഗം നീ ഉജൂബാക്കണേ റഹ്മാനെ. ഒരുപാട് മുഅ്മിനീങ്ങൾ അല്ലാഹ് നമ്മുടെ പള്ളിയുടെ കാര്യത്തിൽ നോമ്പ് തുറക്ക് വേണ്ടി, അതുപോലെ പാവങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി ബന്ധിയിൽ വരുന്നവരാണ്, തരുന്നവരാണ്. പടച്ചവനെ അവരൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. അവരുടെ നിയ്യാത്തുകൾ നീ ആസിയാക്കി കൊടുക്കണേ അല്ലാഹ്. അവരിൽ നിന്ന് മരിച്ചുപോയ കുടുംബങ്ങളുടെ കബരും അവർ നൽകിയ സ്വതക്കകളുടെ സംഭാവനകളുടെ നോമ്പ് തുറയുടെ തവാബുകൾ മുഴുവൻ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ നിന്റെ പള്ളിക്ക് വേണ്ടി ഇന്ന് വരെ ഈ പള്ളിക്ക് സ്ഥലം കൊടുത്തത് മുതൽ ഈ സെക്കൻഡ് വരെ
ഒരുപാട് ആളുകൾ പല രൂപത്തിൽ ഈ പള്ളിക്ക് വേണ്ടി പല രൂപത്തിൽ അധ്വാനങ്ങളും സഹായങ്ങളും പല രൂപത്തിലുള്ള ഹിതമകൾ ചെയ്തവരാണ്. അള്ളാഹുവേ, ഒന്നുമില്ലെങ്കിലും നൂറുകണക്കിലുള്ള വിശ്വാസികൾ എല്ലാ ദിവസവും പണ്ട് മുതൽ ഇന്ന് വരെ പള്ളിയിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി കടന്നു വരുന്നവരാണ്, ഇഅ്തികാഫിന് വരുന്നവരാണ്. എല്ലാവർക്കും നീ പകരം സ്വർഗം നൽകണേ റഹ്മാനെ, സ്വർഗം നൽകണേ അല്ലാഹ്. ഹയാത്തുള്ളവരുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മരിച്ചുപോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഇനിയും റബ്ബേ, നമ്മുടെ പള്ളിയുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ പടച്ചോനെ. അല്ലാഹ്, നമ്മുടെ പള്ളിയുടെ ഇസ്സത്ത് നീ ഉയർത്തണേ അല്ലാഹ്, നീ ഉയർത്തണേ അല്ലാഹ്. പരിസര ഭാഗങ്ങളിൽ ഒരുപാട് പള്ളികളുണ്ട്, എല്ലാം നിനക്ക് സുജൂദ് ചെയ്യുന്ന പള്ളികളാണ്. എന്നാലും ഈ നാട്ടിൽ ഈ മുഹിയദ്ദീൻ പള്ളിക്ക് വലിയ ഒരു ബഹുമാനമാണ് നമ്മുടെ നാട്ടുകാരും പരിസര നാട്ടുകാരൊക്കെയും നൽകാനുള്ളത് പടച്ചോനെ. തറാവീഹിനും മറ്റു ജമാഅത്തുകൾക്കും ഈ ചുറ്റുഭാഗത്ത് ഒരുപാട് പള്ളികൾ ഉണ്ടായിട്ട് പോലും പലരും ഈ പള്ളിയുടെ വലിയ ഒരു ബറക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് വരുമ്പോ ഇസ്സത്ത് നീ ഉയർത്തണേ അല്ലാഹ്, ഇസ്സത്ത് നീ ഉയർത്തണേ അല്ലാഹ്. എല്ലാവർക്കും നീ ബറക്കത്തുകളും ഖൈറാത്തുകൾ ധാരാളമായി ചോദിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇനിയും നമ്മുടെ പള്ളിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. അതിന് വേണ്ട സമ്പത്ത് പടച്ചവനെ നീ തുറന്നു തരണേ അല്ലാഹ്. ധാരാളമായി പടച്ചവനെ മരണത്തിന്റെ മുമ്പ് നിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് താ അല്ലാഹ്. പ്രവാസികളായി അധ്വാനിക്കുന്ന മുഅ്മിനീങ്ങൾ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ ഹറമിന്റെ ഭൂമിയിൽ ഒരുമിച്ച് കൂടിയ നമ്മുടെ നാട്ടുകാരായ മുഅ്മിനീങ്ങൾ അല്ലാതെ നമ്മുടെ പരിസര നാട്ടുകാരായ ഒരുപാട് മുഅ്മിനീങ്ങൾ പടച്ചവനെ മുഅ്മിനാത്തുകൾ ആഫിയത്ത് നൽകുന്നു, ആരോഗ്യം നൽകുന്നു. അവർ ചെയ്യുന്ന ഓരോ സെക്കൻഡുകളുടെ ആരാധനകളും നീ ഖബൂലിയത്തുള്ളതാക്കണേ റഹ്മാനെ. നമുക്കും അവിടെ പോകാനും ഇബാദത്ത് ചെയ്യാനും ആഫിയത്തുള്ള സമയത്ത് തന്നെ നീ തൗഫീഖ് താ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്.